സോ ഗൈസ്, അങ്ങനെ ലൈഫ് ഓഫ് മരിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ തൃച്ചിയിലൊരു ആവശ്യമായിട്ട് വന്നതാണ് ഞങ്ങൾ. അപ്പോൾ തൃച്ചി വന്നപ്പോൾ ഞങ്ങളുടെ ആവശ്യം വേഗം കഴിഞ്ഞു. 11:30 ആയപ്പോഴും കഴിഞ്ഞു. എന്നാൽ പിന്നെ ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാത്ത കാരണം ഞങ്ങളെന്താ വിചാരിച്ചു തഞ്ചാവൂർ പോകാമെന്ന്. അങ്ങനെ തഞ്ചാവൂർ പെരിയ കോവിൽ കാണാൻ പോവുകയാണ്. അത്യാവശ്യം നല്ല ആർക്കിടെക്ചർ ബ്യൂട്ടിയാണ്, റിയൽ ആർക്കിടെക്ചർ ബ്യൂട്ടി, ചോള രാജാക്കന്മാരുടെ. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, പെരിയ കോവിലിലെ വീഡിയോസ്. അപ്പോൾ തഞ്ചാവൂരിലെ പെരിയ കോവിൽ നമുക്ക് ഒരുമിച്ച് എക്സ്പ്ലോർ ചെയ്യാം. ബാ നമുക്ക് ലെവൽ ക്രോസ് ചെയ്യാനുണ്ട്. ക്രോസ് ചെയ്യാം കേട്ടോ. മറിയത്തിന് ഞാൻ നല്ല ഫുഡ് മേടിച്ചു കൊടുക്കുന്നതാണ്. ഓക്കെ, നമ്മൾ ഈ ലെവൽ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയിട്ട് ഒരു ഓട്ടോ പിടിച്ചിട്ട് വേണം പെരിയ കോവിലിലേക്ക് പോകാനായിട്ട്. ശരിക്കും 4 മണിക്കാണ് പെരിയ കോവിൽ തുറക്കുന്നത്. ഞങ്ങളിവിടെ 2:30 ആയപ്പോഴും എത്തി. ഞങ്ങൾക്കിവിടെ അധികം നേരം ഇല്ല. സോ നട തുറക്കുന്നതിന് മുമ്പ് കുറച്ച് കാഴ്ചകൾ പുറത്തൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു കോർപ്പറേഷൻ ഓഫീസാണ് കാണുന്നത്, തഞ്ചാവൂർ കോർപ്പറേഷൻ ഓഫീസ്. ഞാൻ ഇതൊരു ഓഡിറ്റോറിയം എന്ന് വിചാരിച്ച്. കൊള്ളാം. സോ ഗൈസ്, ഞങ്ങളങ്ങനെ ഇവിടെ ഒരു നല്ല വെജ് റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുന്നതാണ്. പെരിയ കോവിലിൻ്റെ അടുത്തുള്ളൊരു വെജ് റെസ്റ്റോറൻറ്റ്. സ്ഥലത്തിൻ്റെ പേരെന്തോ ശ്രീകൃഷ്ണ റെസ്റ്റോറൻ്റാണ്. ഇവിടുന്ന് ഞാനൊരു മീൽസ് പറഞ്ഞിട്ടുണ്ട്. മീൽസ് കഴിച്ചിട്ട് കോവിലിൽ പോകണം. അതിന് മുമ്പ് കുറച്ച് ഡോള് വാങ്ങാനുണ്ട്. ഡോളിലേക്ക് എത്ര രൂപയാവും നോക്കട്ടെ. ഗൈസ്, ഞങ്ങൾക്കുള്ള മീൽ വരുന്നുണ്ട്. ഒരു തമിഴ്നാട് ഉണ്ടാവും, കണ്ടറിയാം. താങ്ക് യു. നമ്മുടെ കേരളത്തിലുള്ള അതേ സാധനങ്ങളൊക്കെ തന്നെയാണ് അല്ലേ? ഇതൊക്കെ തന്നെയാണ്. ഒരു വടയുണ്ട്. ചോറ്, വട, സാമ്പാർ വെച്ചിട്ടുണ്ട്. സാമ്പാർ വയ്ക്കാൻ പോകുന്നത്. സാമ്പാർ വെച്ചിട്ട് മറിയ സ്റ്റാമ്പാണോ? സാമ്പാർ കഴിച്ചപ്പോൾ ഞാൻ കഴിച്ചിട്ട് ബാക്കി വീഡിയോ കാണിക്കാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ തഞ്ചാവൂരിൽ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഫുഡ് എങ്ങനെയായിരുന്നു മറിയ? ഫസ്റ്റ് കഴിച്ചപ്പോൾ സൂപ്പർ, ഫുഡ് നല്ലായിരുന്നു. എനിക്ക് ഓവറോൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങളിവിടെ തഞ്ചാവൂർ കുറച്ച് ടോയ്സ് വാങ്ങാമെന്ന് വിചാരിച്ചു വന്നാണ്. ടോയ്സ് വാങ്ങാം. ഒരു വീഡിയോ എടുത്തേ. കണക്ക് തഞ്ചാവൂർ ഇതൊക്കെ അല്ല 350 350 അല്ല 350. അത് ജീപ്പേ പറഞ്ഞു. കാർഡില്ല, ജീപ്പേ കിട്ടിയിട്ടില്ല. ഇത് തലയാട്ടണ ബൊമ്മയല്ല, മണ്ണില്ല തല മരത്തിക്കില്ലേ? ഇത് ക്യൂട്ടായിട്ടുള്ള ആന. ഇതൊക്കെ തഞ്ചാവൂരില് ഐക്കോണിക് ഐറ്റംസ് അല്ലേ? ഇത് യാന കൂടെ അമ്പാൻ ഇതാണ് കല്ലുരുട്ട് മേലെ കൊണ്ടുവരുന്നില്ല. എങ്കിൽ ഇത് തഞ്ചാവൂരിന്റെ പെരിയ കോവിലിന്റെ നമ്മൾ കാണാൻ പോകുന്നു. പിന്നെ ഈ ബൊമ്മ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ ഡാൻസിങ് ബൊമ്മയാ. ഇത് കൊള്ളാല്ലേ? ഇതിന് എത്ര രൂപയാവും? 1000 rupees. അക്ക അത്
ഇതിനേക്കാളും ക്യൂട്ട് ഇതാണല്ലേ. പക്ഷെ അത് ഒട്ടും ഇതല്ലേക്ക് ഇങ്ങനെ ഊരിപ്പോയിട്ട് എല്ലാ ഫിറ്റിങ്സ് ചോളരാജ പ്രഗ്നന്റ് അല്ല അത്. ഗോൾഡ് കോയിൻസ്. ഇതാണ് ഞാൻ പ്രിയുന്നുണ്ട്. ബട്ട് എനിക്കിത് ഇഷ്ടമായെന്ന് വെച്ച് കഴിഞ്ഞാൽ തഞ്ചാവൂർ എപ്പിക് ഇങ്ങനെ എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ബട്ട് തലയാട്ടുന്ന ബൊമ്മകളാണ് വേണ്ടത്. ഇത് 900-നുള്ളതുണ്ടോ? ഇതിപ്പോ ഹമാട്ടെ മുന്നല്ല തന്നിട്ട് ഇത് സാന്റ കൂടെ ബൊമ്മ മാതിരി. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട്. ഈ സോറി ഇതായിട്ട് ഇருக்கு. അപ്പോൾ ഞാൻ ഇത് ഫിക്സ് ചെയ്യുന്നത് കേട്ടോ. ഐ ടേക്ക് ദിസ് 2 പീസ്. ഇത് പെയറാണ്. 600 രൂപയ്ക്ക് കിട്ടി. എനിക്ക് ഇവിടുന്ന് ഫുഡ് കഴിച്ചാരണം 500 സംതിങ്ങിന് കിട്ടിയിരിക്കും. ഇത് വേണ്ട. അയ്യോ, ഫൈനലി തഞ്ചാവൂരിൽ നിന്ന് ടോയ് വാങ്ങി. തഞ്ചാവൂർ ബൊമ്മ വാങ്ങി. ഇനി എന്തുവാ, ഇനി പെരിയ കോവിലിൽ പോകണം. ഇനിയും എനിക്കൊന്ന് മുന്നേ പോകണം. അപ്പോൾ ഇതാണ് തഞ്ചാവൂർ പെരിയ കോവിൽ. എന്നാ ഓർത്തോർക്ക ചോദിച്ചേക്കണേ. നമുക്ക് ഇവിടെ കയറി കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ തഞ്ചാവൂരിലേക്ക് കയറുകയാണ്. അമ്മ இந்த பூ எவ்வளோ? 50. ഇതാ ഇത് 50. മറിയം പൂ വാങ്ങണോ? 50. ഇങ്ങനെ ഞങ്ങൾ മല്ലിപ്പൂ വാങ്ങി അമ്പലത്തിൽ കയറാൻ പോവുകയാണ്. ആക്ച്വലി പെരിയ കോവിൽ. അങ്ങനെ പൂവൊക്കെ വെച്ച് ഒരു ഇതാണ് ആ കോവില്. കോവിലിലേക്ക് ഞങ്ങൾ കയറാൻ പോവുക. ഒരു അമ്പലമാണ്. ഇവിടെ എന്താണ്ട് ഇവിടെ പൂജാ സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് വരുന്നുണ്ട്. വുഡ് മാറ്റുണ്ട്. ചെരുപ്പ് ഉരി വെച്ചിട്ട് വേണം പോകാനായിട്ട്. ക്ലോക്ക് റൂം ഷൂ. നമ്മളിവിടെ ചെരുപ്പ് ഉരി വെക്കണം ഈ ക്ലോക്ക് റൂമിൽ. എന്നിട്ട് പീസ്ഫുള്ളായിട്ട് നടക്കാം. അതിന് ക്ലോക്ക് റൂമിൽ ചെരുപ്പൊക്കെ ഉരി വെച്ചിട്ട് ഇനി ബിയർ ഫുഡാണ്. തഞ്ചാവൂർ ബൊമ്മ കേട്ട് തമിഴ്നാട്. അപ്പോൾ ഇതാണ് എപ്പിക് തഞ്ചാവൂർ ആർട്സ്. എൻ്റെ പൊന്നോ, ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. അന്ധകാലത്തിൽ പണിത് വെച്ചതാ. ഇവിടെ വാ ഓക്കെ. ഇതൊക്കെ ചോള രാജാക്കന്മാരുടെ കാലത്ത് പണിതതാ. അന്ന് കൈപ്പണിയുണ്ട്. ഇതിൽ ഈ ഗോപുരത്തിൻ്റെ ഒത്ത നടുക്കായിട്ടൊരു വലിയ ഗ്ലോബൽ ഇതൊക്കെ പണ്ട് ചോള രാജാക്കന്മാരുടെ ചോളൻ ഏതൊരു ചോള രാജാവ് പണിതതാ.
അറിയാത്ത കാര്യം പറയാതിരിക്കണതല്ലോ. ശിവ ശിവ ഫ്രണ്ടിലങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഗണപതി. ഇത് അന്നത്തെ കാലത്ത് എഴുതി വെച്ചിരിക്കുന്ന ലിപികളൊക്കെ ആയിരിക്കും. എന്നെ അല്ല എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ഞാനതൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. അമ്പലത്തിൽ വന്ന് അതാവണം. ഇത് ഭയങ്കരമായിട്ട് കൂടിപ്പോയ ആ ഒരു ഗോപുരത്തിൻ്റെ മേലിലിരിക്കുന്ന ഗ്ലോബ് ഷേപ്പ് കണ്ടോ? ആ ഷേപ്പ് ശരിക്കും അതൊരു സിംഗിൾ സ്റ്റോണിലാണ് പണിതേക്കണത്. 500 എന്തോ കിലോ കിലോ അങ്ങനെ നല്ല വെയിറ്റേജ് ഉണ്ട് ആ കല്ലില്. ആ കല്ല് ഇവിടുന്ന് ഒറ്റയ്ക്ക് ഉരുട്ടി 1000 പേരങ്ങാണ്ട് ഉരുട്ടിക്കയറ്റാണ് ചെയ്തത്. ലൈക്ക് നമ്മുടെ മറ്റേ ബാഹുബലിയിൽ റാണ ചെയ്യുന്നൊരു സെറ്റപ്പില്ലേ, അതേപോലത്തെ ഇതായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിക്ക്, ആ മേലിലിരിക്കുന്ന ഗ്ലോബ് ഇവിടുന്ന് ഇങ്ങനെ ഉരുട്ടിക്കട്ടെ. പിന്നെ ഇതിൻ്റെ എനിക്ക് ഹിസ്റ്ററി വശങ്ങളൊന്നും അറിയില്ല, പക്ഷെ ഞാൻ കേട്ടേക്കണനുസരിച്ച് രാജാവിന് ഈ സൂര്യൻ പടിഞ്ഞാറ് വരുമ്പോൾ എന്തോ നന്ദിയിൽ തട്ടി വെളിച്ചം കെട്ടി ഭഗവാൻ കാണാൻ പറ്റും. അപ്പോൾ ആ ഭഗവാന്റെ എന്തോ ചൈതന്യം അന്നത്തെ രാജാവിന് നേരിട്ട് കിട്ടുമെന്നോ അങ്ങനെയൊക്കെയുള്ള ഒരു ഐതിഹ്യമൊക്കെ ഉണ്ട്. എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല. കേട്ടേക്കണത്തിലാണ് എവിടുന്ന് കേട്ടേക്കണ ഇങ്ങനെ തുടങ്ങിയ കഥകളാണ്. പിന്നെ കണ്ടോ, നല്ല രസം കേട്ടാ. നന്ദി, ഇഷ്ടംപോലെ നന്ദിയുണ്ട്, ഇഷ്ടംപോലെ നന്ദി. ഇതാണ് പെരിയ കോവിൽ. ഇത് നൈറ്റ് നല്ല വൈബായിരിക്കും. നന്ദി അറിയാലോ, ശിവന്റെ വാഹനമാണ്. നന്ദിയുടെ ചെവിട്ടിലെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നടന്നു കിട്ടുമെന്ന് പറയാം. കോവിലിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. വലിയ നന്ദിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണൊക്കെ ഒരു വലിയ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ അവിടെ ഉണ്ട് ഇതേപോലത്തെ ഒരു നന്ദി. കോവില് നട തുറക്കാൻ ഇനിയുണ്ട് ടൈം. പിന്നെ നട തുറക്കാൻ ടൈം ആകുമ്പോഴേക്കും വരാം. നമുക്ക് അവിടെ എവിടെയെങ്കിലും പോയി ഇരിക്കാം. സൂര്യനുള്ള അപ്പുറത്ത് ഇരിക്കാം. ബാ, എങ്ങനെയുണ്ട്? ആക്ച്വലി കണ്ണത്തിന് അങ്ങനൊന്നും പറയരുത്, അങ്ങനൊന്നും പറയരുത്. പക്ഷേ ആക്ച്വലി ഒരു വൈബ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അതിനൊന്നല്ല. നമ്മൾ ഒരാളെ കളിയാക്കരുത് അല്ല പറയാ. ഞാൻ കേട്ടില്ല. നമ്മൾ ഒരാളെ അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കരുത്. ഒരാളെയുമല്ല, എല്ലാരെയും ഇൻക്ലൂഡിങ് മീ. ബട്ട് പാൻ അടിച്ച് നോക്കാകെ പക്ഷേ നല്ലൊരു കിട്ടിയില്ല. നല്ല രസമുണ്ടല്ലേ ഞാൻ ഈ ഒരു ടൈമിന്റെ മോർണിംഗ് വരുവാണെങ്കിൽ നല്ലതായിട്ടില്ല. എനിക്ക് എവിടെയെങ്കിലും ഇരിക്കുക.
ചേടാ ഈ ഗോപുരം ശരിക്കും ഒരു നല്ല രസമുണ്ട്. എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ശിവകോട് ശിവദേവി ശിവഭഗവാന് ഇഷ്ടംപോലെ. So we can walk in this path, then there is some point. Yeah, come. You can the main sanctum sanctorum, there is a lingam, right? വാ മറിയ. നാല് മണിയാവാറായി. ഇപ്പം നട തുറക്കും. എന്ത് രസത്തിലാണ് ആർക്കിടെക്ചർ. ഇത് ചെറിയ ചെറിയ കോവിലുകളാണ്. കൂടുതൽ ശിവലിംഗങ്ങളാണ്. ഇഷ്ടംപോലെ ശിവലിംഗങ്ങളുണ്ട്. മലയൊക്കെ എന്ത് പീസ്ഫുള്ളാണ്. ഇത് പീസ്ഫുള്ളല്ലേ. ശരിക്കും ഒരു ഡിവൈൻ സ്പിരിച്വൽ. ആ ശിവലിംഗം അതാരെങ്കിലും സ്പോൺസർ ചെയ്തതായിരിക്കും. ഇവിടെ എന്താണ് ഞങ്ങൾ പെരിയ കോവിൽ കയറാൻ പോകുന്നു. പെരിയ കോവിൽ കയറാം. ഇങ്ങനത്തെ ഡ്രസ് ഇട്ട് കയറാൻ എന്താ ശിവഭഗവാനാ ഐത്യൊന്നുമില്ലാത്ത ആളാ. ശിവഭഗവാനാ ഐത്യൊന്നുമില്ലാത്ത ആളാണ്. നട ഇന്നും തുറക്കല്ലേ. നട തുറന്നിരിക്കുകയാണ്. ओपन होने के लिए और 5-7-6 मिनट 4 मिनट
അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നട തുറക്കുന്ന സമയത്ത് ക്ഷേത്രത്തിനുള്ളിൽ കയറാൻ പറ്റി. എന്തിന് പാസ്ബുക്കൊക്കെ കിട്ടി. ഇനി കുറച്ച് നേരം ഇരിക്കുക, റിലാക്സ് ചെയ്യുക. ദെൻ ബൈ ബൈ ടു തഞ്ചാവൂർ. എനിക്ക് പുല്ലിൻ്റെ അവിടെ ഇരിക്കുക. സോ അങ്ങനെ തഞ്ചാവൂരിനോട് ബൈ പറഞ്ഞുകൊണ്ട് തഞ്ചാവൂർ അമ്പലത്തിൽ നിന്ന് നടന്നുകൊണ്ട് ബൈ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു. ഗുഡ് എക്സ്പീരിയൻസ്. നമ്മളിവിടെ വന്നില്ല ശരിക്കും നഷ്ടമായാലും. അതെ അതെ അതെ, ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. അയ്യോ, നമുക്ക് വീഡിയോയിൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു. കാറ്റ് വീശുമ്പോൾ ശരിക്കും മുല്ലപ്പൂരി പോകുന്നു. നമ്മുടെ വെറുതെ ഒരു പ്രസന്നത്തിന് വേണ്ടി മാത്രമാണ് അത് വാങ്ങിച്ചത്. പക്ഷേ ഒരു കാറ്റ് വീശുമ്പോൾ എനിക്ക് ഇവിടെ ഇരുന്ന് പോകാൻ തോന്നുന്നില്ല. നമുക്ക് ഈ മുല്ലപ്പൂ പറക്കണുണ്ട്. അമ്പലം കുറച്ചു നേരം വേണമെങ്കിൽ ഇരിക്കണോ? അല്ല വേണ്ട, നമുക്ക് അവിടെ പോയിട്ട് ഷോപ്പ് ചെയ്യാം. ബാ. സോ അങ്ങനെ തഞ്ചാവൂർ അമ്പലത്തിലൂടെ ബായ് പറയുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഈ വീഡിയോ. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്. ബൈ വരാം. How we are saying. അത് തന്നെ ബായ്.